മുഖത്ത് ഏജിങ് സൈൻ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത് കേട്ടോ, ഫുള്ള് കാണണം. അവിടെ നിന്നേ, നിങ്ങളുടെ മുഖത്തെ ഏജിങ് സൈൻ വന്നു തുടങ്ങിയിട്ടുണ്ടോ? എങ്ങനെ അറിയാൻ പറ്റും? ഇതിപ്പോ ഈ കണ്ണട ഞാൻ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ ആണ്, അപ്പം ബ്ലൂ ലൈറ്റ് ഗ്ലാസ് ആണ്. ഞാൻ കണ്ണ് ജസ്റ്റ് ഒന്ന് മാറ്റാം. നമ്മുടെ മുഖം കണ്ണാടിയിൽ നോക്കുമ്പോ നിങ്ങൾക്ക് ഈ നമ്മുടെ സൈഡില്ലേ, ഇപ്പൊ എനിക്ക് അങ്ങനത്തെ റിങ്കിൾസ് ഇവിടെ വന്നിട്ടില്ല. അപ്പൊ ഈ രണ്ട് വശത്തും നിങ്ങളിങ്ങനെ ചിരിക്കുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഒക്കെ നിങ്ങൾക്ക് ഈ രണ്ട് വശത്തും റിങ്കിൾസ് വന്ന് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ സ്കിൻ ഏജ് ആവാൻ തുടങ്ങി. അതിന് നമ്മുടെ വയസ്സൊന്നും ഒരു മാറ്ററേ അല്ല. നിങ്ങൾക്ക് 30s ചിലപ്പോ 20s ലാസ്റ്റും ഒക്കെ നിങ്ങളുടെ ഏജിങ് സയൻസിന്റെ ആദ്യത്തെ വിസിബിലിറ്റി വരുന്നത് പ്രധാനമായിട്ട് നമ്മുടെ കണ്ണിന്റെ ഈ രണ്ട് വശത്താണ്. അവിടെയാണ് റിങ്കിൾസ് ഫോം ചെയ്യുന്നത്. ആ ഫോർമേഷനിൽ നിങ്ങൾ വിചാരിക്കണം നിങ്ങളുടെ സ്കിൻ ഏജ് ആവാൻ തുടങ്ങി, സാഗ് ചെയ്യാൻ തുടങ്ങി, നിങ്ങൾ ഉപയോഗിക്കുന്ന സ്കിൻ കെയർ പ്രൊഡക്ട്സുകൾ നിങ്ങളെ സംരക്ഷിക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം. പക്ഷേ അങ്ങനെ റിങ്കിൾഡ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നേരെ ഡെർമറ്റോളജിക്കൽ ക്ലിനിക്കിൽ പോയി ബോട്ടോക്സ് ഒക്കെ ചെയ്താലേ പിന്നെ ആ റിങ്കിൾസ് ഇങ്ങനെ നിവരുള്ളൂ കേട്ടോ. ബോട്ടോക്സ് ഒക്കെ ചെയ്താലും ഒരു 6 മാസം 1 വർഷം അങ്ങനെ അതിന്റെ ഒരു കാലാവധി കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് വീണ്ടും അഗൈൻ അത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അതിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് ഇത് വരാതിരിക്കാൻ സ്ലോ ഡൗൺ ചെയ്യിപ്പിക്കാം. ഒരു ഏജ് ഒക്കെ കഴിയുമ്പോൾ അങ്ങനെയൊക്കെ വരും. അതൊന്നും പിന്നെ അതൊരു ഫിനോമിനൻ ആണ്, നാച്ചുറൽ ഫിനോമിനൻ ആണ്. പക്ഷെ അങ്ങനെ ഏജ് ഒന്നും ആവാതെ ഈ 30s നിൽക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് എന്തിനാ അവിടെ വെറുതെ ഇങ്ങനെ ചുളിവുകളുടെ റിങ്കിൾസ് വരുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നന്നായിട്ട് നമ്മൾ ഫേസ് മോയ്സ്ചറൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കണ്ണിന്റെ ഈ ഭാഗത്തും നെറ്റി, പിന്നെ വിസിബിൾ ആയിട്ടുള്ള ഏജിങ് സൈൻ വരുന്നത് നെറ്റി ഭാഗത്ത്. ഈ പ്രധാനമായിട്ടും ഈ കണ്ണിന്റെ ഇരുവശവും നെറ്റിയുമാണ് ഭയങ്കരമായിട്ട് നമ്മുടെ പ്രായം ആയല്ലോ, സ്കിൻ കണ്ടാൽ ഏജിങ് തോന്നുന്നുണ്ടല്ലോ എന്ന് നമ്മൾക്ക് മറ്റുള്ളവർക്ക് തോന്നിക്കുകയും നമുക്ക് തോന്നിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക. പക്ഷെ ഈ മോയ്സ്ചറൈസർ ഓപ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങളുടെ സ്കിന്നില് ഈ സെറാമിക്സ് എന്ന് പറയുന്ന കോംപ്ലക്സ് ഉണ്ട്. നമ്മുടെ എല്ലാ മനുഷ്യരുടെ സ്കിന്നിലുള്ളതാണ്. സ്കിന്നിന്റെ ബാരിയറില്, സ്കിന്നിന് കുറെ പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ് ഉണ്ട്. അവിടെ ബാരിയറിലൊക്കെ ഉള്ളതാണ് ഈ സെറാമിക്സ് എന്ന് പറയുന്ന കോംപ്ലക്സ്. അതിങ്ങനെ കുറഞ്ഞു വരും നമ്മളെ കുറെ ആകും തോറും. പിന്നെ മദ്യം ഉപയോഗിക്കുന്നവരില്, ഭയങ്കര സൺ എക്സ്പോഷർ ഫേസ് ചെയ്യുന്നവര്, ഒരുപാട് ഷുഗർ, റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗേഴ്സ് ഉപയോഗിക്കുന്നവര്, ഇവരിലൊക്കെ പ്രധാനമായിട്ടും മദ്യം, ഇവരിലൊക്കെ ഈ റിങ്കിൾസ് പെട്ടെന്ന് ഫോം ചെയ്യും. അപ്പോൾ റിങ്കിൾസ് ഫോം ചെയ്താൽ നോ പ്രോഡക്റ്റ് വിൽ സേവ് യു. ഒരു പ്രോഡക്റ്റ് വെച്ചും ചുളിവുകൾ വന്നു പോയാൽ അത് ഇട്ടിട്ടൊന്നും മാറ്റാനൊന്നും പറ്റില്ല. അതിന് മോഡേൺ ഡെർമറ്റോളജിക്കൽ ബോട്ടോക്സ് ഒക്കെ വേണം. പക്ഷേ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാം. നമ്മുടെ ലിക്വറൈസ് മോയ്സ്ചറൈസർ എന്ന് പറയുന്ന നിങ്ങൾക്ക് നല്ലൊരു ബാരിയർ ഡാമേജ് ഉൾപ്പെടെ മാറ്റാനും, സെറാമിക് കോംപ്ലക്സ് ഒക്കെ ഓൾറെഡി ഇപ്പൊ നമ്മുടെ സ്കിന്നിലുള്ള അതേ സാധനമാണ് ഈ മോയ്സ്ചറൈസറിലുള്ളത്. നിങ്ങൾ ദിവസം ലിക്വറൈസ് മോയ്സ്ചറൈസർ ഇടുമ്പോൾ നിങ്ങൾ അവിടെ ചെയ്യുന്നത് ഈ സെറാമിക്സ് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ പിന്നെ നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ചുളിവ് വരില്ല. മാത്രമല്ല കണ്ണിന്റെ അവിടെ ഉണ്ടല്ലോ, നിങ്ങൾ നമ്മുടെ മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം നൈറ്റില് ആ ഭാഗത്ത് നമ്മുടെ കണ്ണിന്റെ താഴെയും മുകളിലും സൈഡിലുമായിട്ട് നമ്മുടെ അൺഡ്രൈ മോയ്സ്ചറൈസർ ഉണ്ട്. അൺഡ്രൈക്ക് വേണ്ടി മാത്രം ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്, അതുകൂടെ ഇട്ട് കൊടുക്കുക മസ്റ്റ് ആയിട്ടും. നെറ്റിയിലൊക്കെ നന്നായിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. മോയ്സ്ചറൈസർ നിങ്ങൾ യൂസ് ചെയ്യാതെ ഇരിക്കുമ്പോഴത്തേക്കാണ് അതായത് നിങ്ങൾ ചിലപ്പോൾ മോയ്സ്ചറൈസർ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവാം, പക്ഷെ ആ മോയ്സ്ചറൈസറിലുള്ള ഇൻഗ്രീഡിയൻസിന്റെ ഒരു എന്താ പറയാ ക്വാളിറ്റി കുറവോ അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസിന്റെ എഫിഷ്യൻസി കുറവൊക്കെ കൊണ്ടായിരിക്കാം പിന്നെ നിങ്ങൾക്ക് റിങ്കിൾസ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഇനി മുതൽ ചിരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കണ്ണിന്റെ ഇരുവശങ്ങളിലും ആ റിങ്കിൾസ് നിങ്ങൾക്ക് ഫോം ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് സൈൻ ആണ്. എന്താണത് നിങ്ങൾക്ക് പറയുന്ന സൈൻ? നിങ്ങളുടെ സ്കിൻ ഗെറ്റിംഗ് ഓൾഡർ. സ്കിന്ന് നമ്മളോട് പറയുകയാണ് എന്നെ രക്ഷിക്കൂ എന്ന് പറയുന്ന ഒരു സിംബോളിക് സൈൻ ആണ് ആ റിങ്കിൾസ് വരുന്നത്. പിന്നെ അത് ബാക്കി മുഖത്ത് വീണ്ടും റിങ്കിൾസ് ഒക്കെ ഫോം ചെയ്യാനായിട്ട് കാരണമാകും. പിന്നെ ഈ കഴിഞ്ഞ ദിവസം എന്നോടൊരു കുട്ടി ചോദിച്ചു, ചേച്ചി അയാൾ ഫേസ് യോഗ ചെയ്യാറുണ്ട്, പക്ഷെ ഫേസ് യോഗ ചെയ്തപ്പോ കുറച്ചൊക്കെ ഡിഫൈൻഡ് ആയി ഫേസ്, പക്ഷെ ഭയങ്കര പ്രായമായതുപോലെ ഫേസ് കണ്ടിട്ട് ഭയങ്കര ചുളിഞ്ഞൊക്കെ ഇരിക്കുന്നത് പോലെ ചേച്ചി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ ഫേസ് യോഗ ഞാൻ തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നെ ഈ ഫേസ് യോഗ ചെയ്യുന്ന ആളുകൾ എയറിൽ കയറ്റും. അതുകൊണ്ട് ഞാൻ അതിൽ ശരി തെറ്റും എന്ന് പറയുന്നില്ല. നിങ്ങളുടെ ചോയ്സ് ആണ് എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ളത്. പക്ഷെ അമിതമായി കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു പ്രായമായതുപോലെ ആയിട്ടുണ്ടല്ലോ എന്ന് തോന്നും. കാരണം
അവിടെ ഫേസ് യോഗയൊന്നും അല്ല തെറ്റുകാരെ. നിങ്ങൾ അവിടെ കാണിക്കുന്ന റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ഫേഷ്യൽ മസിൽസിന്റെ മൂവ്മെന്റ്സ് നമുക്ക് ചുളിവുകൾ ഉണ്ടാക്കും. അതുമൊക്കെ പിന്നെ പ്രശ്നമാണ് കേട്ടോ. അങ്ങനെയൊക്കെ നിങ്ങളുടെ ഫേസ് ഒക്കെ മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ റിഫോം ചെയ്യുക, പഴയതുപോലെ ആക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഈ മോയ്സ്ചറൈസേഷൻ ഇല്ലാതെ നിങ്ങളുടെ സ്കിന്ന് മാറി റിങ്കിൾസ് വന്നു തുടങ്ങിയിട്ട് നമുക്ക് എൻക്വയറീസ് ഒക്കെ വരുമ്പോഴേ പിള്ളേർ ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ അയക്കുമ്പോൾ 20s ഒക്കെ ഉള്ള കുട്ടികളാണ്. നോക്കുമ്പോൾ സൂം ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര റിങ്കിൾസ് ഈ കണ്ണിന്റെ കൂടെയൊക്കെ. അപ്പൊ ഞാനിങ്ങനെ അവരുടെ ലൈഫ് സ്റ്റൈൽസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ ചോദിക്കും, ഇപ്പൊ നമുക്ക് ജെൻഡേഴ്സ് ഒരു വിഷയമല്ലാത്ത കൊണ്ട് മദ്യപിക്കുന്ന സ്ത്രീകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഞാൻ ചോദിക്കാറുണ്ട് മദ്യപിക്കുന്ന ആളാണോ. അപ്പൊ അവരുടെ ഒരു ഹിസ്റ്ററി പറയുമ്പോൾ ഓൾറെഡി അവർ ഡ്രിങ്ക്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്. അപ്പം ഇതൊക്കെ ഡ്രിങ്ക്സിനകത്തൊക്കെ ഉള്ള ഭയങ്കര ഹൈ ഷുഗർ കണ്ടന്റും ആൽക്കഹോളും ഒക്കെ നിങ്ങളുടെ സ്കിന്നിൽ പെട്ടെന്ന് റിങ്കിൾസ് ഉണ്ടാക്കുകയും പെട്ടെന്ന് പ്രായത്തെ വിളിച്ചു കൊണ്ടുവരുത്തുകയും ചെയ്യുന്നതാണ്. പ്രായമായിക്കോട്ടെ, ദാറ്റ് ഡസന്റ് മാറ്റർ. നമ്മൾ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. പക്ഷേ പ്രായമാവാതെ എന്തിനാണ് നമ്മൾ പ്രായമായതുപോലെ ഇരിക്കുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ അതിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സുകളും ഒക്കെ അതിനകത്ത് മേജർ റോൾസ് വഹിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ അനുസബ്സിന്റെ ലിക്വറൈസ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഒരു റീസെന്റ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ പറഞ്ഞത് അവര് ഒരു ഇന്റർനാഷണൽ ക്ലിനിക്ക് പോലെയുള്ള ഇന്റർനാഷണൽ ബ്രാൻഡ് യൂസ് ചെയ്തിട്ട് ഇരുന്നവരാണ്. അവര് അൺഎക്സ്പെക്ടഡ്ലി നമ്മുടെ കസ്റ്റമറായി മാറിയതിനു ശേഷം അനു മോയ്സ്ചറൈസറിന് ഇത്രയും ക്വാളിറ്റി, ഇത്രയും ഭയങ്കര ഹൈഡ്രേഷൻ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രാഗ്രൻസ് ഇല്ല. കറക്റ്റ് ആണ്. നമ്മുടെ മോയ്സ്ചറൈസറിനെന്നല്ല ഫേസിൽ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റിലും നിങ്ങൾ ഫ്രാഗ്രൻസ് ഉള്ളത് തിരഞ്ഞെടുക്കരുത്. ഈ കുറെ ഒന്നാമത്തെ കാര്യം, മലയാളികൾക്ക് ഇങ്ങനെ മണക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഈ മണക്കുന്ന ഫ്രാഗ്രൻസ് എല്ലാം നിങ്ങളുടെ സ്കിൻ ഡാമേജ് ആക്കുന്നുണ്ട്. നമ്മളുടെ ക്രിസ്റ്റൽ ക്ലീൻ ഇൻഗ്രീഡിയൻസ് വിതൗട്ട് ഫ്രാഗ്രൻസ്, വിതൗട്ട് എസെൻഷ്യൽ ഓയിൽസ് ഒക്കെയാണ്. അപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറന്നു പോകണ്ട. കണ്ണിന്റെ ഇവിടെ റിങ്കിൾസ് വരാതിരിക്കാനായിട്ട് നിങ്ങൾ നമ്മുടെ മോയ്സ്ചറൈസറും അൺഡ്രൈ ക്രീമും വൈറ്റമിൻ ഇ സെറം ഇല്ലേ, അതും മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തോളൂ. കാരണം ഈ വൈറ്റമിൻ ഇ എന്നൊക്കെ പറയുന്നത് നല്ല സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആണ്. ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഉള്ളതൊക്കെ തന്നെയാണിത്. നമ്മുടെ സ്കിന്നിന്റെ അനാട്ടമി ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ സ്കിൻ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥങ്ങൾ തന്നെയാണ് സെറാമൈഡ്സും ഹൈലൂറിനിക് ആസിഡും എല്ലാം തന്നെ. അത് തീരുമ്പോ പ്രായമാകുന്നതിനനുസരിച്ച് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ നമുക്ക് ഏജിങ് ആകുകയാണ് അല്ലെ. അത് തീരുമ്പോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോ മറക്കണ്ട, കണ്ണ് നിങ്ങൾ വെളിയിൽ പോയിട്ട് ഈ ഫിൽറ്റർ ഒക്കെ ഇട്ട് ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തൊന്നും മാത്രമല്ല, നമ്മളുടെ മുഖം അല്ലാതെ കണ്ണാടിയിൽ ഒന്ന് നോക്കണം. നിങ്ങൾ ഈ പറഞ്ഞ ഫിൽറ്റേഴ്സ് ആർ ബ്യൂട്ടിഫുൾ, ബട്ട് നമ്മളുടെ നല്ല സ്കിന്നും നല്ല മുഖവും ഒക്കെ തന്നെയാണ് അതിനേക്കാളും മനോഹരം. അപ്പൊ ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം. ഫിൽറ്റർ ഇല്ലാതെ ഫോട്ടോ എടുക്കാനും ഫിൽറ്റർ ഇല്ലാതെ വീഡിയോ എടുക്കാനുള്ള കോൺഫിഡൻസ്, അതാണ് നിങ്ങൾക്ക് അനുസബ്സിന്റെ പ്രോഡക്റ്റുകൾ കൊണ്ട് തരുന്നത്. അതല്ലാതെ മറ്റ് എക്സാജറേഷൻസ് ഒന്നുമല്ല. അപ്പൊ കൂടുതൽ പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമ്മളെ കോൺടാക്ട് ചെയ്യാൻ 9074321236.